കൂട്ടുകാരെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചക്കുട്ടികളെ. ബൾബ് പോലത്തെ കണ്ണാണ്, തുറിച്ചിങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിപ്പോൾ പുല്ലരിഞ്ഞ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. ഇന്ന് ഞാൻ ഇളനാട് പോയിട്ടുണ്ടായിരുന്നു കുടുംബശ്രീയുടെ പൈസ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൈസ ഇട്ടിട്ട് വരുമ്പോൾ ഇവിടെ വന്ന് വീണ്ടും അരിവാളെടുത്ത് പുല്ലരിയാൻ പോക്ക് അത്ര നല്ല കാര്യമല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, വരുന്ന വഴിക്ക് തന്നെ പുല്ല് ഒരു വീട്ടിൽ കയറിയിട്ട് അരിഞ്ഞിട്ട് തലയിൽ കെട്ടിയിട്ടുണ്ട് വരുന്നു. അപ്പോൾ പിന്നെ ഇനി പോകണ്ടല്ലോ. അപ്പോൾ കൊണ്ടുവന്നിട്ടിട്ട് വീട്ടിൽ കയറിയപ്പോഴുള്ള കൂത്താണ് ഈ കാണുന്നത് കേട്ടോ. വീട്ടിൽ എല്ലാ ജീവികളും എന്നെ നോക്കി നിൽക്കുന്നുണ്ടാവും. എൻ്റെ ആട്, എൻ്റെ കോഴി, എൻ്റെ പട്ടി, എൻ്റെ പൂച്ച, എല്ലാവരും കേട്ടോ. ഞാനതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻ്റെ വീട്. സത്യം പറഞ്ഞാൽ ഇവിടെ ആരും ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഞാൻ അവിടുന്ന് പുല്ലും അരിഞ്ഞ് തലയിലും വെച്ചിട്ട് വരികയാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എവിടുന്ന് പുല്ല് കണ്ടോ ഞാൻ അവിടെ ഇറങ്ങി വെട്ടും. ഇല്ലെങ്കിൽ അതെൻ്റെ ജീവികൾക്ക് എന്താ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ പൂച്ചയ്ക്കുള്ളതാണെങ്കിൽ പൂച്ചയ്ക്ക്, പട്ടിക്കുള്ളതാണെങ്കിൽ പട്ടിക്ക്, ആടിനുള്ളതാണെങ്കിൽ ആടിന്. അത് സ്ഥലകാല ഭേദമന്യേ ഞാൻ അവിടുന്ന് വെട്ടിക്കൊണ്ടുവരും. അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടതും മറ്റേ നമ്മുടെ ആണ്ടൻ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. കെട്ടിയിട്ട് വേണം തിന്നാൻ പറഞ്ഞിട്ടാണ് ഓടി വന്നോളൂ. മറ്റുള്ളവരിനെ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, അവൾ കെട്ടിയത്. ബ്രൂണോ കണ്ടോ പാവം, ചൂടത്തേ ഇതൊരു ചൂടാണ്. അവനെ എവിടെ കിടന്നാലും പറ്റില്ല. വീട്ടിൻ്റെ ഉള്ളിലൊന്നും ഇവിടെ മുറ്റത്ത് നല്ല വെയിലല്ലേ. അപ്പോൾ അവനവിടെ ആ വെള്ളം പോണതിൻ്റെ അവിടെ തണുപ്പത്ത് കെട്ടിയിരിക്കുകയാണ് കേട്ടോ. കൊണ്ടുവന്നിട്ടുള്ള പുല്ലൊക്കെ ഞാൻ എല്ലാവർക്കും പാത്രത്തിലാക്കിയിട്ട് കൊടുത്തു. അത് നല്ല വിശപ്പല്ലേ, അപ്പോൾ അവർ കഴിക്കുകയാണ് കേട്ടോ. അയ്യോ സഹിക്കാൻ വയ്യ. ഇതിനെയൊക്കെ കുളിപ്പിക്കും കേട്ടോ. കുളിപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ല. കുളിക്കുമ്പോൾ ആ ഒരു സുഖം എന്നല്ലാണ്ട് യാതൊരു താങ്ങാൻ പറ്റാത്ത അത്ര ചൂടാണ്. ഭഗവാനേ, അയ്യോ മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അയ്യോ ഇവിടെ വന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാണ്. നോക്കുമ്പോൾ ഇവരെല്ലാവരും ചൂടത്ത് തളർന്ന് വലഞ്ഞ് കൊലഞ്ഞ് ക്ഷീണിച്ച് കിടക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ AC വേണം കേട്ടോ നമ്മുടെ വീട്ടിൽ. എന്നാലാണ് ഇപ്പോൾ ഇവർക്കൊക്കെ ചൂടൊക്കെ താങ്ങാൻ ഉള്ള ഒരു സംഭവത്തിന് നിൽക്കുകയുള്ളൂ. ഇവരെ പോലെ 2 മക്കൾ വീട്ടിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അയ്യോ യാതൊരു ഗുണവും പിടിക്കില്ല. അത്രയ്ക്ക് കുറുമ്പാണ് ഇവർക്ക് കേട്ടോ. വെറുതെ ഇരിക്കുകയാണെങ്കിലും വിറച്ചിരിക്കുക പറയില്ല. വെറുതെ ഇരിക്കുകയാണെങ്കിലും വിറച്ചിരിക്കുക പറയില്ലേ, അന്ന് അങ്ങാണ് ഇവർ 2 പേരും. എന്ത് ചെയ്യുക, വെറുതെ അതാ പോണു. അമ്മയുടെ പുറത്തേക്ക് ചാടി കേട്ടോ. അമ്മ ശല്യം കൊണ്ട് ഓടുകണേ. ഇവരെ കാണുമ്പോൾ തന്നെ അമ്മ പേടിച്ച് ഓടുകയാണ്. ഇങ്ങനെ 2 മക്കൾ, പാവം പൂനക്കുട്ടി, യാതൊരു സൗകര്യം കൊടുക്കില്ല കണ്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ നോക്കും, ടൗളിൻ്റെ മേത്തേക്ക് ഇവിടെ ചാടും. ടൗളിൻ്റെ മേത്തേക്ക് ഇതൊക്കെ തന്നെ അവർക്ക് പണി. അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ എനിക്ക് ഇവരുടെ ഈ കളി നോക്കല പണി കേട്ടോ. ചൂടത്ത് അധികം എണിക്കാനും വയ്യ, കിടന്നുറങ്ങുക തന്നെ. എന്നാൽ വഹിക്കുമ്പോഴോ ഇത് തന്നെ പണി. അങ്ങനെ ഇതാണ്ടോ. അപ്പോൾ അമ്മ അപ്പുറത്തേക്ക് പോയി മാറിക്കിടന്നു. സൗകര്യം കൊടുക്കില്ല കണ്ടോ. കടിച്ച് പിടിച്ച് വലിച്ച് എണിപ്പിച്ച്. അയ്യോ നമ്മുടെ മനുഷ്യക്കുട്ടികളാണെങ്കിൽ പാപ്പ് കുടിക്കാനായിട്ട് കരയുമ്പോൾ നമ്മുടെ ഉറക്കം പോവും. ഇവർ സത്യത്തിൽ അങ്ങനെയല്ല. അപ്പോൾ അവർ ഉറങ്ങണമെങ്കിലും കയറി പാലൊക്കെ കുടിച്ച് സുഖമായിരിക്കും. പക്ഷേ ഈ കടിയും വലിയും ചവിട്ടും തൊഴിയാണ്, ഇടിയും കണ്ടോ. നല്ല ഇടി ഇടിക്കും. ചവിട്ട് ഡിഷ് 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 കണ്ടോ. നല്ല ചവിട്ടും തൊഴിയും കുത്തും കടിയും. കടിച്ച് പറിക്കും കേട്ടോ. കടിച്ച് പറിച്ചിട്ട് പാണ്ടനെ കണ്ടാൽ തന്നെ പുലിൻ്റെ ലുക്കാണ്. ഒരു രക്ഷയില്ല. അമ്മ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നൊക്കെ രാമനാരായണ പറഞ്ഞിട്ട് അമ്മ കിടക്കുന്നുണ്ട്. പാടിവാ കാറ്റേ 1000 പൂക്കൾ നുള്ളിവാ, അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടി മന്ദാരപ്പൂക്കൾ നുള്ളിവാ. ചുമ്മാ പാടിയതാട്ടോ. ഇവിടെ ബോറടിക്കുമ്പോഴേ ഇവരുടെ കളി പൂനക്കുട്ടി കണ്ട പാവം.